നെയ്യപ്പം കുത്തിക്കൊണ്ടുപോയ കാക്കയെക്കുറിച്ചുള്ള പാട്ടുകളും കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ സ്വർണം കുത്തിക്കൊണ്ടുപോയ ഒരു കാക്കയുടെ കഥയാണ് നമ്മൾ പറയുന്നത്. മലപ്പുറം മഞ്ചേരി തൃക്കലങ്ങോട് ആ സ്വർണം, അതായത് 3 വർഷങ്ങൾക്ക് മുൻപേ കാക്ക കുത്തിക്കൊണ്ടുപോയ സ്വർണം പിന്നീട് അതിന്റെ ഉടമസ്ഥന് തന്നെ തിരിച്ചു കിട്ടി എന്നുള്ളതാണ് ആ കഥ. ആ കഥ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്, അതുമായി ബന്ധപ്പെട്ട ആളുകൾ ഇപ്പോൾ നമ്മളൊപ്പം ചേരുകയാണ്. ആ സ്വർണം കിട്ടിയ ആൾ ഈ സമീപത്തെ പറമ്പിൽ മാങ്ങ പറിക്കാനായി എത്തിയപ്പോഴാണ് അവർക്കാണ് സ്വർണം കിട്ടിയത്. അൻവർ സാദത്ത് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഞങ്ങള് മാങ്ങ പറിക്കുന്നതിനിടെ യാദർശികമായി വള കിട്ടി. അത് എൻ്റെ മോളെ കയ്യിലാണ് കിട്ടിയത്. അത് കിട്ടിയപ്പോൾ ഇപ്പോൾ ഒരു വള കിട്ടി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ നോക്കുമ്പോൾ സ്വർണ്ണമാണ് യാദർശികമായി തോന്നിയതിൻ്റെ പേരിൽ പോക്കറ്റിൽ വെച്ചു. വീട്ടിൽ കൊണ്ടുപോയപ്പോൾ ചെക്ക് ചെയ്തപ്പോൾ അത് സ്വർണം തന്നെയാണോ സംശയം ഒന്നുകൂടിയായി. പിന്നെ ജ്വല്ലറി കൊണ്ടിട്ട് നമ്മളൊരു കൂട്ടാൻ്റെ അടുത്ത് പോയിട്ട് ജ്വല്ലറിയിൽ CP ജ്വല്ലറിയിൽ പോയിട്ട് അന്വേഷിച്ച് നോക്കുമ്പോൾ അത് സ്വർണ്ണം. അതിനൊരു കഷ്ണം ഒടിച്ചെടുത്താണ്. കിട്ടുമ്പോൾ വളമായിട്ട് തന്നെയുള്ളത്. അപ്പോൾ നോക്കുമ്പോൾ സ്വർണ്ണമാണ്. അപ്പൊ തൊട്ടപ്പുറത്തുള്ള പറമ്പിലാണ് മാങ്ങ പറിക്കുന്നത്. മോളിൽ നിന്ന് അത് വീണതോ അങ്ങനെ നമ്മൾ താഴത്തുനിന്ന് ഇവിടെ കയ്യിലിട്ട് ഞാൻ മാവ് കയറി കുലിക്കിയതല്ലേ, മുകളിൽ കയറി മാവ് പറിക്കുകയാണ്. അപ്പൊ ഇവളാണ് മോളാണ് ചൂടിലുണ്ടായിരുന്നത്. ഇത് ഒരു രസകരമായിട്ടുള്ള ഒരു സംഭവം. പക്ഷേ ഇതിൽ ഇങ്ങനെ നമ്മൾ കേൾക്കുമ്പോഴേ കുറേ കാര്യങ്ങൾ നമുക്ക് ഇങ്ങനെ നമ്മളെ പല കാര്യങ്ങളുമായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ നമുക്ക് പടച്ചോനുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള, അതായത് നമ്മുടെ കയ്യിലല്ല കാര്യങ്ങളുള്ളത്. ചിലതൊക്കെ ചില നിയോഗം, അള്ളാഹുവിൻ്റെ തീരുമാനം, അത് ഏത് രൂപത്തിലും നഷ്ടപ്പെട്ടതിനെ തിരിച്ചു കിട്ടുന്നൊരു വഴിയെക്കുറിച്ച് ഒന്ന് ആലോചിക്കുക. നമുക്ക് എന്തൊക്കെ ചേർത്ത് വെക്കാൻ പറ്റും ഇത് കേൾക്കുമ്പോൾ പല വികാരങ്ങളും ഒരുമിച്ച് വരുന്ന സന്ദർഭമാണ്. കൗതുകം, അത്ഭുതം, ഇതെല്ലാം ഒരേ നിമിഷം ഇങ്ങനെ വരുന്നത്. അതിൽ നമുക്കുള്ളത് നമുക്ക് തന്നെ കിട്ടും എന്നുള്ള വിധിയിലുള്ള വിശ്വാസമുണ്ടല്ലോ, ഖദറിലുള്ള വിശ്വാസം. വരാനുള്ളത് വഴി തങ്ങൂല. അതാണല്ലോ ഇന്ന് രാവിലെ അടക്കം നമ്മൾ ചെല്ലിയല്ലോ, അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅത. നീ നൽകാൻ ഉദ്ദേശിച്ച തടയാനും ലോകത്ത് എല്ലാവരും ശ്രമിച്ചാലും കഴിയൂല. റബ്ബെ, നീ തടഞ്ഞത് കിട്ടാനും കഴിയില്ല. അപ്പം റബ്ബ് നമുക്ക് കിട്ടണം, അതല്ലേ നമുക്ക് വേണ്ടി മാറ്റിവെച്ചതാണെങ്കിൽ അത് ഒരു കാക്ക കൊണ്ടുപോയാലും ആ കാക്ക അത് കൊണ്ടുപോയി ഒരു മരത്തിൻ്റെ മുകളിൽ, മാവിൻ്റെ മുകളിൽ കൊണ്ടുപോയിട്ടാലും, അത് അറിയാത്ത ഏതോ ഒരു മനുഷ്യൻ്റെ കയ്യിൽ, മകളുടെ കയ്യിൽ കിട്ടിയാലും അത് നമ്മെ തേടി വരും, നമുക്ക് നമ്മുടെ മുന്നിലെത്തിക്കും റബ്ബ്. ഇനി അതല്ല, എല്ലാ അർത്ഥത്തിൽ കിട്ടാൻ ചാൻസ് ഉള്ളതാണെങ്കിലും അത് നമുക്ക് കിട്ടാതെ തന്നെ പോകും. നമ്മളെ പ്രഥമ ദൃഷ്ടിയ നമുക്കത് കിട്ടും എന്നുള്ള ഉറപ്പാണ്. അത്ര എളുപ്പമുള്ളതാണ്, അത്രയും ചാൻസ് ഉണ്ട്, ഇവിടെ തന്നെ ഉണ്ടാവും എന്ന് പറഞ്ഞാലും ചിലപ്പോൾ അത് കിട്ടിക്കൊള്ളുന്നുണ്ടാവില്ല. പലപ്പോഴും സാധാരണ നമ്മളെ വീട്ടിലൊക്കെ ഈ വീട് വിട്ട് പോയിട്ടില്ല എന്നാലും കാണുന്നില്ലല്ലോ എന്ന് പലപ്പോഴും പറയാറുണ്ട്. നമ്മുടെ ജീവിതമായിട്ടൊന്ന് തട്ടിച്ചു നോക്കി കഴിഞ്ഞാൽ ഇവിടെ വിട്ടുപോകാൻ സാധ്യതയില്ല, എന്നാലും തപ്പിയാൽ കാണൂല എന്നൊക്കെ പലപ്പോഴും നമ്മൾ പറയാറുണ്ട്. ഒരു സ്ഥലത്തുനിന്ന് അലക്കിക്കൊണ്ടിരിക്കുമ്പോൾ സ്ത്രീയുടെ വള കഴിച്ചു വെച്ചത് കാക്ക കൊത്തി കൊണ്ടുപോയി പിറകെ പോയിട്ട് തിരഞ്ഞ് പല വഴി നടന്ന് വർഷങ്ങൾ കഴിഞ്ഞ് ഇനി അത് കിട്ടൂല എന്ന് പറഞ്ഞ് അവർ ഉറപ്പിച്ച് കഴിഞ്ഞ സാധനം ഒരു സഹോദരൻ്റെ, അയൽവാസിയായിട്ടുള്ള അല്ലെങ്കിൽ ആ നാട്ടിലുള്ള ഒരു സഹോദരൻ്റെ കയ്യിൽ കിട്ടുന്നതും മാങ്ങ പുറക്കുമ്പോൾ മോളിൽ നിന്ന് ആ എത്ര വിദഗ്ധമായിട്ട് നമുക്ക് പറയാം. എങ്ങനെയാണ്, അതാണ് വിധി. അതെ, അപ്പോൾ റബ്ബ് നൽകിയത് കിട്ടും, അല്ലെ റബ്ബ് നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ലഭിക്കും എന്നുള്ളതിന് വീണ്ടും ഒരു ഉദാഹരണമാണ് നമ്മൾ കേട്ടത് എന്നുള്ളതാണ്. അതോടൊപ്പം നമ്മൾ വിഷമിക്കേണ്ടതില്ല. ഏതൊരു കാര്യവും ഹൈറാണെങ്കിൽ ചിലത് നമ്മൾ ഹൈറാണെന്ന് വിചാരിക്കും, പക്ഷെ അത് നമുക്ക് ഷെറായിരിക്കും. വിശുദ്ധ ഖുർആൻ നല്ല മനോഹരമായിട്ടത് സൂചിപ്പിക്കുന്നുണ്ട്. പലത് നമുക്ക് ഷെറാണെന്ന് വിചാരിക്കും, നമ്മൾ അതിൽ നിന്ന് മാറി നിൽക്കും, പക്ഷെ നമുക്ക് ഹൈറായിരിക്കാം. അതേപോലെ തന്നെ ഈ ഒരു 3 കൊല്ലം അല്ലെങ്കിൽ കുറച്ച് കാലം ഈ സ്വർണം അതല്ലെങ്കിൽ ഈ ഒരു വള അവരിൽ നിന്ന് മാറ്റി നിൽക്കൽ അവർക്ക് എന്തോ ഒരു ഹൈർ അതിലുണ്ടാകും എന്നുള്ള ഒരു വിശ്വാസം നമുക്കുണ്ടാവണം. പിന്നെ മാത്രമല്ല, ഒരു ആയത്തുണ്ടല്ലോ, ലിക്കൈലാത്ത അസു അലാമ ഫാത്തക്കും വലാത്ത ഫ്രഹുബിമാത്താക്കും. എന്തെങ്കിലും നഷ്ടപ്പെടുമ്പോഴേക്ക് ആ നഷ്ടത്തെക്കുറിച്ച് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യേണ്ട, ഒന്നും നമുക്ക് സ്വാഭാവികമായ ഒരു വികാരം ഉണ്ടായേക്കാം. പക്ഷേ ചില ആളുകൾ ചെറിയ കാര്യങ്ങൾ നഷ്ടപ്പെടുമ്പോഴേക്കും അതിൻ്റെ പിറകെ തന്നെ ആയിരിക്കും, അതും എനിക്ക് പോയല്ലോ, നഷ്ടപ്പെട്ടല്ലോ. അപ്പോൾ ആ നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടേണ്ട ആവശ്യമില്ല. അത് നഷ്ടപ്പെടാനുള്ളതാണ് വിചാരിക്കുക, കിട്ടാനുള്ളതാണ് ഈ പറഞ്ഞ പോലെ എങ്ങനെയെങ്കിലുമൊക്കെ നമ്മുടെ മുമ്പിൽ കിട്ടിയേക്കാം.
നഷ്ടപ്പെടുമ്പോൾ അതിനെ പ്രാഗ, കാലത്തെ പ്രാഗ, അതെ അതെ, വല്ലാത്തൊരു സമയം, അലാക്കിൻ്റെ സമയം എന്നൊക്കെ പല ഭാഷയിലും കാലത്തിനെയും സമയത്തിനെയും കൂടി വന്നാൽ കൂടിപ്പോയി അള്ളാഹുവിനെ വരെ അല്ലെങ്കിൽ വിധിയെ വരെ ശപിക്കുന്ന ഒരു സന്ദർഭം പലപ്പോഴും വിശ്വാസികളിൽ പോലും നമ്മൾ കാണാറുണ്ട്. അതെ. പിന്നെ അതിൽ ചിലപ്പോൾ ഒക്കെ നമുക്ക് സന്തോഷം പടച്ചോൻ തരുന്നത് എങ്ങനെയാണെന്നോ, ജീവിതത്തിൽ എനിക്കിങ്ങനെ തോന്നിയൊരു ചിന്തയാണ്. നമുക്ക് ചിലത് കുറച്ച് സമയം നമ്മളെ മുമ്പിൽ നിന്ന് നഷ്ടപ്പെടുത്തിയതിന് ശേഷം നമ്മളാകെ പെട്ടെന്ന് ഇങ്ങോട്ട് അപ്സെറ്റ് ആയതിന് ശേഷം കുറച്ച് കഴിഞ്ഞിട്ട് അതേ സാധനം തന്നെ നമുക്കിന്ന് തിരിച്ചു കിട്ടുന്നു. അപ്പം നമുക്ക് അനുഭവിക്കുന്ന പ്രത്യേകിച്ച്, അതായത് നമ്മളിൽ നിന്നും ഒന്നുകൊണ്ട് മാറി നിന്നിട്ട് തിരിച്ചു നിന്നിട്ട് സന്തോഷം ഉണ്ടാവുക. അതെ. കാരണം പ്രത്യേകിച്ചൊന്നും നമുക്ക് കൂടുതലൊന്നും കിട്ടുന്നൊന്നുമില്ല. പക്ഷേ ഒരു സംഗതിയുടെ ചില നഷ്ടം കുറച്ച് സമയത്തേക്ക് വരുത്തിയിട്ട് തിരിച്ചു തരുന്നു. അപ്പം ഉണ്ടാവുന്ന ഒട്ടകം നഷ്ടപ്പെട്ടപ്പോൾ ഉണ്ടായ സന്തോഷത്തെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ. അപ്പോൾ ലൈഫിലെ സന്തോഷങ്ങൾ എന്ന് പറഞ്ഞാൽ അല്ല, അങ്ങനെയാണ് ചില കാര്യങ്ങൾ നമ്മൾ സന്തോഷിക്കുന്നത്, ചെറിയ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് അത് മുതൽ ചില നഷ്ടങ്ങൾ വരുത്തി തിരിച്ചു തന്ന് സന്തോഷിപ്പിക്കുക. ഇതൊക്കെ ജീവിതത്തിൽ പടച്ചോൻ വെച്ചിട്ടുള്ള ഓരോ സംവിധാനങ്ങളാണ്. അതെ. ഒന്ന് നഷ്ടപ്പെടുമ്പോഴുള്ള മനുഷ്യൻ്റെ അല്ലെങ്കിൽ ഒരു വിശ്വാസിയുടെ സമീപനം എന്താണ്, നഷ്ടപ്പെടുമ്പോൾ അവൻ അതിനെങ്ങനെയാണ് നോക്കിക്കാണുന്നത്, അതുപോലെ തന്നെ അത് തിരിച്ചു കിട്ടുമ്പോൾ ഉണ്ടാവുന്നൊരു മാനസികാവസ്ഥ, രണ്ട് എക്സ്ട്രീമിലുള്ള മാനസികാവസ്ഥയാണ്. ആ രണ്ട് എക്സ്ട്രീമിലുള്ള മാനസികാവസ്ഥയും ഒരു മനുഷ്യൻ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത് പ്രധാനമാണ്. അവിടെ വിശ്വാസി റബ്ബിനോട് നന്ദി കാണിക്കണം. തിരിച്ചു കിട്ടിക്കഴിഞ്ഞാൽ നന്ദി കാണിക്കണം, നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ക്ഷമിക്കണം. അതാണല്ലോ ഒരു വിശ്വാസിയുടെ ഗുണമായിട്ട് അത്ഭുതമായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ചത്. യൂസുഫ് നബിയുടെ ചരിത്രം ഓർമ്മ വരികയാണ് അല്ലേ? അതെ. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏതൊരു കാര്യവും ഖൈറാണ്. ആ ഖൈറിൽ തുടരാനും നന്മകൾ കൊണ്ട് മുന്നേറാനും എല്ലാം നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നുകൂടി. വളരെ രസകരമായ മറ്റൊരു കമൻറ്റ് സീനത്ത് അയച്ചത്, അള്ളാഹു അവർക്ക് സ്വർണത്തിന് വില കൂടിയ സമയം അത് കൊടുക്കാമെന്ന് വിചാരിച്ചതാവും. അതെ. നോക്കി